2016 മുതൽ 2026 വരെയുള്ള 10 വർഷങ്ങൾ പിണറായി വിജയനും അന്തം കമ്മികൾക്കും അഴിഞ്ഞാടാനുള്ള ഒരു വേദിയായിരുന്നു കേരളം. ജനോപകാരപ്രദമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. പക്ഷേ പ്രചരിപ്പിച്ചതൊക്കെ അങ്ങനെയാണ്. ഈ 2026 തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റോഡുകളുടെ ഇരുവശത്തും പിണറായി വിജയൻ്റെ തിരുമോന്ത പതിപ്പിച്ചുകൊണ്ടുള്ള പച്ചക്കള്ളങ്ങൾ എഴുതി പിടിപ്പിച്ചിരുന്നു. ഇത്തരം ഹോർഡിങ്ങുകൾ സ്ഥാപിക്കുന്നതിലൂടെ വോട്ടുകൾ വലിയ രീതിയിൽ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തുമെന്നായിരുന്നു CPM-ൻ്റെ ധാരണയെങ്കിലും പിണറായി വിജയൻ ആരാണെന്നും CPM എന്താണെന്നും കേരളത്തിലെ പൊതുജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് തോൽപ്പിച്ച് മൂലക്കിരുത്തിയത് എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തിനേയും എതിർക്കുന്നവരാണ് CPM. അവർ ആദ്യം അതിനെ എതിർത്തില്ലെങ്കിൽ തങ്ങൾക്ക് എന്തോ ഒരു കുറവുള്ളത് പോലെയാണ് അവരുടെ തോന്നൽ. ഒരു നാടിനെ സംബന്ധിക്കുന്ന ഒരു പ്രയോജനമുള്ള വിഷയങ്ങളും ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പ്രിയദർശിനി ബസ് ഇപ്പോൾ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് വേണ്ടി UDF സർക്കാർ ഒരുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം ഇത്തരത്തിലുള്ള സൗജന്യങ്ങൾ തീർത്തും അനാവശ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞിരുന്നത് പോലെ, അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു സൗജന്യം നൽകുന്നു. അതിനെ സ്വാഭാവികമായും കേരളത്തിലെ എല്ലാ സ്ത്രീകളും അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം ധവളപത്രം നിയമസഭയിൽ മേശപ്പുറത്ത് സതീശൻ വെച്ചപ്പോൾ തന്നെ ഏകദേശം കാറ്റുപോയ അവസ്ഥയിലായിരുന്നു പിണറായി വിജയനും CPM-ഉം ഒക്കെ. പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന പോലെ, കാരണം പറഞ്ഞത് പാലിച്ച ഒരു ചരിത്രം CPM-നില്ല. അവർ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും, പക്ഷെ ഒരു വാഗ്ദാനം പോലും പാലിക്കപ്പെടില്ല. കാരണം സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും എന്നൊക്കെയാണ് 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പ്രചാരണം. പക്ഷെ അതിനുശേഷം നമുക്കറിയാം, 100 കണക്കിന് ബാറുകളാണ് കേരളത്തിൽ മദ്യശാലകളും ബാറുകളുമായി പിണറായി വിജയന്റെ സർക്കാർ തുറന്നു കൊടുത്തത് എന്ന് മാത്രമല്ല, ബാറുകളുടെ പ്രവർത്തനാനുമതി 2 മണിക്കൂർ നീട്ടുകയും ചെയ്തു. അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നത് എന്നുള്ള ആരോപണമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലമാണ് ജനങ്ങൾ ഇപ്പോൾ ചുരുട്ടിക്കൂട്ടി മൂലക്കിരുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒരു വേറെ കാര്യം. എന്തായാലും ഇത്തരത്തിൽ ഒരു സൗജന്യ യാത്രാ സൗജന്യം വാഗ്ദാനം ചെയ്തത് UDF പാലിക്കില്ല എന്നായിരുന്നു CPM-ൻ്റെയും ഒക്കെ ധാരണ, LDF-ൻ്റെയും ധാരണ. കാരണം പൊതു ഖജനാവിൽ 10 പൈസയില്ല. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കള്ളക്കടം വാങ്ങിയാണ് പിണറായി വിജയൻ പടിയിറങ്ങിയത് എന്ന് മാത്രമല്ല, പോകുന്ന പോക്കിൽ പൊതു ഖജനാവിൽ ഉണ്ടായിരുന്ന ചില്ലറ പൈസ കൂടി വാരി ട്രൗസറിൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ടാണ് പോയത്. അങ്ങനെ വരുമ്പോൾ സൗജന്യ യാത്ര നൽകാൻ UDF-ന് കഴിയില്ലെന്നും അത് വലിയ രീതിയിലുള്ള ആയുധമാക്കണമെന്നുമാണ് ഇവർ കരുതിയതെങ്കിലും എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് UDF സർക്കാർ ഇത്തരത്തിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകാൻ തീരുമാനമായി. അതൊന്ന് നൽകുകയാണ്, അതിനെ എതിർക്കുകയാണ് എന്നുള്ളതാണ്. ഇതിനെ CPM MLA-മാർ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ പോലും അതിലൊരു പങ്കാളിത്തം ഉണ്ടാകേണ്ടത് എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു മര്യാദയാണ്. പക്ഷേ മര്യാദ ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിൽ പോലും ഇന്ന് അവരതിനെ ബഹിഷ്കരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഈ അന്തം കമ്മികൾ സമൂഹ മാധ്യമത്തിലൊക്കെ അവർ വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങളും പരിഹാസങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളും പരിഹസിക്കലുകളും നടത്തുന്ന അന്തം കമ്മിണികൾ ഉൾപ്പെടെ നാളെയും ഇന്നുമായി യാതൊരു ഉളുപ്പുമില്ലാതെ ബസ്സിൽ വലിഞ്ഞു കയറി സൗജന്യ യാത്രാ സൗകര്യം അതിൻ്റെ ഉപഭോക്താക്കളാകുമെന്നുള്ളതാണ്. ഇന്ന് ഇതിൽ പ്രതിഷേധിച്ച്, അതായത് സൗജന്യ യാത്ര നൽകുന്നതിൽ പ്രതിഷേധിച്ച് ബസ്സുകളിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനാണ് ഇവരുടെ തീരുമാനം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനെങ്കിലും തയ്യാറാകണം. എന്ന് മാത്രമല്ല, എന്തിനേയും തടയിടുന്ന ഒരു പ്രവണതയാണ് ഇവർക്കുള്ളത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു പ്രതീക്ഷയാണ്. ഇനിയും LDF അധികാരത്തിൽ വരും, അതിനുവേണ്ടിയുള്ള തന്ത്രം ഇപ്പോഴേ മെനയണം എന്നൊക്കെയുള്ള ഒരു കണക്ക് കൂട്ടലാണ് UDF സർക്കാരിനെ ആദ്യം മുതൽ തന്നെ അടിക്കാനായി അവർ തീരുമാനിച്ചത്. എന്തായാലും അത് നടക്കില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീകൾക്കാണ് യാത്രാ സൗജന്യം നൽകുന്നത്. ഇനി സ്ത്രീകൾ, ഈ MV ഗോവിന്ദനെ ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിലുള്ള എതിർക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കക്കൂസ് കഴുകുന്ന ബ്രഷും കുറ്റിച്ചൂലുമായി നേരിടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി DYFI-യോ CPM-ഓ അല്ലെങ്കിൽ മഹിളാ സംഘടനകളോ എന്തോ ആയിക്കോട്ടെ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലർക്കും, അതായത് കൂലിപ്പണിയെടുക്കാനും വീട്ടുജോലിക്കും ഒക്കെ പോകുന്ന സ്ത്രീകൾ ഇത്തരത്തിലുള്ള സൗജന്യം അവർക്ക് അത് വളരെ ഗുണം ചെയ്യുമെന്നുള്ളത് മറ്റൊരു കാര്യമാണ്. കാരണം തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളം കിട്ടുന്നവർക്ക് ഒരു 1000-1500 രൂപ അത് മിച്ചം പിടിക്കാനായാൽ അത് നല്ലത് തന്നെയാണ്. ഞാൻ എതിർക്കുന്നത്
ഇത്തരത്തിൽ വലിയ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്ത് വലിയ ശമ്പളം വാങ്ങുന്ന സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള സൗജന്യ യാത്ര നൽകുന്നതിനെയാണ്. പക്ഷേ ഈ കശുവണ്ടി ഫാക്ടറിയിലും വീട്ടുജോലിക്കുമൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് ഇത് ഗുണമുള്ളതാണ്. അവരൊക്കെ ഇത്തരത്തിൽ ഈ CPM നേതാക്കളെയും ഒക്കെ തെരുവിൽ നേരിടും, കുറ്റിച്ചൂലെടുത്ത് നേരിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ മാറിയിരിക്കുകയാണ്. CPMന് പുല്ലുവില പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഒരു ഗുണ്ടാ പാർട്ടി, ഒരു ഗുണ്ടാ സംഘം മാത്രമായിട്ടാണ് കേരളത്തിലെ ജനങ്ങളത് കാണുന്നത്. പിണറായി വിജയനൊക്കെ ഇനി എത്ര നാടകം കളിച്ചാലും എങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണം. കാരണം സ്ത്രീകൾ അവർ രംഗത്തിറങ്ങിയാൽ, ഈ കുറ്റിച്ചൂലും ബ്രഷുമായി രംഗത്തിറങ്ങിയാൽ ഇവിടെ CPMന്റെ മൂഡ് അടിവേരോടെ അവർ പിഴുതെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. റോഡിൽ കിടന്ന് അടി വാങ്ങുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മര്യാദയ്ക്ക് അംഗീകരിച്ചില്ലെങ്കിലും ഒന്ന് നിശബ്ദത പാലിക്കാനെങ്കിലും ഉള്ള ഒരു മര്യാദ CPM നേതാക്കൾ കാണിക്കണം.